കേരള ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടന പത്രിക ചർച്ചയാകുന്നത് ഇതാദ്യമായിരിക്കും. ഇന്നലെ BJP-യുടെ പ്രകടന പത്രിക വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നു. ഒളിമ്പിക്സ് വരെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് BJP-ക്ക് ഒരു വിജയം കൊണ്ടുവരുമോ? BJP-ക്ക് ഇതിനു മുമ്പേ തന്നെ വികസനം എന്ന അജണ്ട ഇട്ടപ്പോൾ തന്നെ അത് ചർച്ചാ വിഷയമായിരുന്നു. രണ്ടാമത് അവർ പറഞ്ഞു BJP മേയർ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആയിരിക്കും തിരുവനന്തപുരം വികസനത്തിൻ്റെ അജണ്ട ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണമായ അജണ്ട ആയിട്ടില്ല. അതിൻ്റെ ഒരു സാമ്പിൾ ചിലത് മാത്രമാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. ആ പുറത്തുവിട്ടതിൽ തന്നെ വലിയ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒളിമ്പിക്സ് വരുമ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും വരുമ്പോൾ കേരളത്തിലും വരും എന്നുള്ളത് അതൊരു ഘടകം. അതിനേക്കാൾ ഉപരി ഓരോ വാർഡിലും വേണ്ട വികസനങ്ങൾ അവർ താഴെത്തട്ടിലേക്ക് പറഞ്ഞ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും വീട് എന്നുള്ള വാഗ്ദാനം, ശുദ്ധജല വിതരണത്തിന് പുതിയ പദ്ധതികൾ, ഡ്രെയിനേജിന് പദ്ധതികൾ, അതുപോലെ തന്നെ മെട്രോ സംവിധാനം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണമെന്നുള്ളത് സംശയമില്ല. കുത്തഴിഞ്ഞ അല്ലെങ്കിൽ നെല്ലിപ്പല കണ്ട ഒരു ഖജനാവിന് ഒരിക്കലും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ കേരളത്തിന്, തിരുവനന്തപുരത്തിന് ഒരു മെട്രോ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ മെട്രോ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളാണ് ഉപകാരം ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും IT രംഗത്ത് ഇപ്പോൾ തന്നെ പല നമുക്കൊരു IT ഹബ്ബ് വളരെ കാര്യമായിട്ടുണ്ട്. അതിനെ കുറേ കൂടെ വിപുലപ്പെടുത്താനും പ്രൈവറ്റ് സ്വകാര്യ IT കമ്പനികൾക്ക് വരെ പ്രത്യേക ഹബ്ബുകൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ. അതുപോലെ തന്നെ മെഡി സിറ്റി പോലുള്ള പദ്ധതികൾ, മെഡിക്കൽ സംവിധാനത്തിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു മെഡി സിറ്റി. ഒരു പക്ഷേ അത് നമ്മുടെ പോർട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല, അന്യ രാജ്യത്തു നിന്നുള്ളവർക്ക് പോലും, ശ്രീലങ്ക ആയാലും ലക്ഷദ്വീപ് ആയാലും മാൽദീവ്സ് ആയാലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ആൾക്ക് വന്ന് ചികിത്സ നേടാനുള്ള സൗകര്യം കിട്ടുന്ന വിധത്തിൽ തിരുവനന്തപുരത്തെ ഒരു മെഡി ഹബ്ബ്, അതായത് മെഡി സിറ്റി തന്നെ ഒരു ആസൂത്രണം ചെയ്യുന്ന പദ്ധതി. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അതിന് അന്തർദേശീയ പോർട്ടായിട്ടുള്ള ഡിക്ലറേഷൻ കിട്ടിയിരിക്കുകയാണ്. അവിടെ വരുന്നവർക്ക് എമിഗ്രേഷൻ ഫെസിലിറ്റികൾ വരെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ടൂറിസത്തിന് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടൂറിസം ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാധനം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹെൽപ്പ്, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റെയിൽ സംവിധാനം, ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് ബാലരാമപുരം വരെ വരുന്ന അണ്ടർഗ്രൗണ്ട് പാസേജ് റെഡിയാക്കണമെങ്കിൽ അതിനെ മെട്രോയുമായി കണക്ട് ചെയ്തിട്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സംവിധാനം, ഇതൊക്കെ ഒരു പക്ഷേ നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരത്ത് ഒരു ഡിക്ലറേഷൻ നടത്തുമ്പോൾ സംഗതികൾ ഈസിയാവും. ഇനി കേരളം ആര് ഭരിച്ചാലും അവർക്ക് ഇടത് വന്നാലും വലത് വന്നാലും അത് അവർക്ക് ഈ കേരളത്തിലെ തലസ്ഥാനത്ത് നടത്താൻ കുറേ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം BJP-ക്ക് നൽകിയാൽ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് അവർ താഴെത്തട്ടിൽ BJP പ്രഖ്യാപിച്ചു. പക്ഷേ എതിരാളികളും ശക്തരാണല്ലോ. LDF ഈ കോർപ്പറേഷൻ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ തുടർച്ചയായി 10-30 കൊല്ലമായി ഭരണം നടത്തുകയാണ്. 50 കൊല്ലമായിട്ട്. അതോടൊപ്പം തന്നെ UDF-ഉം തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം ഒന്ന് ഉണർന്നു വരാമെന്ന ചിന്തയിൽ നിൽക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP പറയുന്നത് നടപ്പിലാക്കാൻ കഴിയുമോ? BJP പ്രതീക്ഷിക്കുന്ന ആ വലിയ വിജയം കൊയ്യാൻ കഴിയുമോ? BJP-യുടെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പുറമെ 60 സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, 51-1 എന്ന് പറഞ്ഞാൽ 51 മിനിമം ഭൂരിപക്ഷമായിട്ട് വേണ്ടത്. അതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ ഇത്തവണ ഉണ്ടായിരിക്കുമെന്നാണ്. പിന്നെ ഞാൻ പലരും പല ചാനലുകളുമായിട്ടും അതുപോലെ തന്നെ പത്രങ്ങളുടെ സർവേകളൊക്കെ പലതും നടത്തിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പറയുന്നത് BJP-ക്ക് ഒരു 42 മുതൽ 50 വരെ സീറ്റിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. പലരും പറയുന്നത് 45 സീറ്റ് ഇപ്പം തന്നെ ഉറപ്പാണ് എന്നുള്ളതാണ്. 45 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭരണം പിടിക്കുക പിന്നെ അനായാസമാണ്. പല സ്ഥലത്തും ചിലപ്പോൾ സ്വതന്ത്രനോ അല്ലെങ്കിൽ വിമതരോ ഒക്കെ ജയിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ LDF-ന് വലിയ ഒരു അപാകത വന്നിരിക്കുന്ന, LDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അപാകത വന്നു എന്ന് ഇപ്പം തന്നെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനമുണ്ട്. കാരണം 5ഓളം പ്രമുഖ വിമതർ രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആനി അശോകൻ അടക്കം, ദേശാഭിമാനി ബ്യൂറോ ചീഫായിരുന്ന ശ്രീകണ്ഠൻ അടക്കം, പിന്നെ വാഴട്ടോണത്ത് ആണെങ്കിൽ ശ്രീ മോഹൻ എന്ന് പറയുന്നത് വളരെ ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പ്രമുഖരായ വിമതർ വന്നിരിക്കുന്നത് CPM-ന് ഒരു വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ ആ വിമതർക്ക് പുറമേ
മറ്റ് പലയിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അപാകത കാരണം പിറകിൽ നിന്ന് പാര വയ്ക്കുന്ന വിമതന്മാരുണ്ടെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ല, പക്ഷേ അവർ പിറകിൽ നിന്ന് പാർട്ടിക്ക് പാര വയ്ക്കും എന്ന് പറയുന്നവരാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് ആര് നടത്തിയതാണോ ആയാലും ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പം അനിയശവനൊക്കെ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെയാണ് കുറ്റം പറയുന്നത്. പ്രതിസന്ധി ആദ്യം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇപ്പോൾ സഹകരണ സംഘം ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു മരണമുണ്ടായി, കൗൺസിലർ തന്നെ മരണപ്പെടുന്നു, പിന്നീട് RSS പ്രവർത്തകൻ സീറ്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് മരണപ്പെടുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചത് ഞങ്ങൾക്കല്ല പ്രശ്നം, BJPക്കാണ് പ്രശ്നമെന്ന്. അപ്പോൾ സാർ ഇപ്പോൾ മറിച്ച് പറയുന്നു. ഈ പ്രശ്നം വരാനുള്ളത് എവിടെയാണ്? ഇപ്പോൾ തിരുമല അനിലിൻ്റെ പ്രശ്നം വരേണ്ടത് തിരുമല വാർഡിലാണ് അല്ലേ? തിരുമല വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആൾക്കാർക്ക് പാർട്ടി BJP പാർട്ടി തന്നെ ഇതിനകം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അനിലിൻ്റെ സംഭവിച്ച കാര്യങ്ങൾ പക്ഷേ ഇനി അനിലിനെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ആ തിരുമല വാർഡിൽ ഒതുങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അതിനപ്പുറം വേറൊരു വാർഡിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഒരു വിഷയവും അവിടെ വന്നിട്ടില്ല. ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതലുള്ളത് ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു വലിയ ഒരു പ്രഹരം അതൊരു വിഷയം വെച്ചിട്ട് BJPക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പം CPM-ഉം കോൺഗ്രസും തന്നെ ആ സ്ലോഗനൊക്കെ വിട്ടു. അവരും ഇപ്പോൾ വികസനവും മറ്റു കാര്യങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്ന ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും അതൊന്നും വലുതായിട്ട് ഏശാൻ പോകുന്നില്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്തൊക്കെ പലവിധ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോഓപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെ അഴിമതിയോ അതിലെ കടന്ന കുഴപ്പങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM-ന് തന്നെ നിലനിൽപ്പില്ലാതാവും. അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഴിമതിയും കുഴപ്പങ്ങളും കാരണം അടച്ചുപൂട്ടപ്പെട്ടതും ജനങ്ങൾ നിക്ഷേപകർ പെരുവഴിയിലായതും ആത്മഹത്യ ചെയ്തതുമായ വേറെ കേസുകൾ പലതുമുണ്ട്. ഇപ്പോൾ CPM-നും കോൺഗ്രസിനും LDF-നും UDF-നും ഒരുപോലെ തന്നെ പലതും പറയാനുണ്ട്. ഇത് പിന്നെ ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സമരം ചെയ്ത ഒരു നേതാവിന് BJP സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അങ്ങനെ ഒരു നീക്കം നടത്താൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുമലയിൽ കഴിയുന്നില്ല. അത് കഴിയാത്തത് ഇവർക്കറിയില്ല. ഈ തിരുമല അനിലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്കത് നേരിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. തിരുമല അനിലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ മുതൽ സഹോദരങ്ങൾ വരെ മുഴുവൻ പേരും സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. അല്ലാതെ അവർ BJP കണ്ടുകൊണ്ടല്ല വന്നത്, അവർ RSSകാരായിരുന്നു. ഞാനത് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ അനിലിൻ്റെ ചേട്ടനുണ്ട് വേണു എന്ന് പറഞ്ഞ് വേറെ ആൾ, അവരൊക്കെ RSSൻ്റെ അതായത് RSS എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങാൻ ആൾ മടിക്കുന്ന കാലത്ത് ദണ്ഡയും എടുത്ത് നിക്കറും ഇട്ട് ഇറങ്ങി നടന്നിരുന്ന ആൾക്കാരാണ്. അന്ന് പാൻ്റല്ല RSSന്, നിക്കറും കൊണ്ട് പിന്നെ പ്രകടനം നടത്തുകയും റൂട്ട് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ അനിലിൻ്റെ ചേട്ടൻ വേണുവൊക്കെ. അപ്പം അവരുടെ കുടുംബത്തിൽ നിന്നൊന്നും ആരെയും കിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും ഉറച്ച സംഘപരിവാർ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരാണ്. ആ കുടുംബത്തിനെ അങ്ങനെ കിട്ടില്ല. അത് മാത്രമല്ല, ഇത് സംഭവിച്ചത് പല കാരണങ്ങളുണ്ട്. പിന്നെ ചിലർ രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ BJPയിൽ വന്നിരിക്കുന്ന എല്ലാവരും സംഘപരിവാർ അനുഭാവികളും അങ്ങനെയുള്ളവരൊന്നും ആവണമെന്നില്ല. അല്ലാത്ത ചിലരുണ്ട്, അവരുടെ എല്ലാം സ്വഭാവം ഒരുപോലെ വരണമെന്നില്ല. അങ്ങനെ ചതിച്ചവരൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പാർട്ടിയും സംഘവും ഒക്കെ അതിനകത്ത് വളരെയധികം ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് കറക്ഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയെ സഹിതം പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ അവർ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊന്നും അവിടെ യേശുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഏഷ്യാൽ തന്നെ കൂടിയാൽ ആ പ്രദേശങ്ങളിൽ മാത്രം, അതല്ലാതെ വേറൊരിടത്തേക്ക് അത് വ്യാപിക്കില്ല. അതൊന്നും തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുന്നതിന് BJPക്ക് ഒരു തടസ്സമേ ആകുന്നതല്ല. അതെല്ലാം എല്ലാ പാർട്ടികളും ആ മുദ്രാവാക്യങ്ങളൊക്കെ ഉപേക്ഷിച്ചും കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ പ്രധാന പ്രശ്നം ഇന്നിപ്പം ചില സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഇപ്പോൾ ഈ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ശിവൻകുട്ടി പറഞ്ഞ കാര്യം, ഈ ശബരിനാഥും കോൺഗ്രസും വരുന്നതോടുകൂടി തന്നെ ശക്തി ആർജിച്ചാൽ നഷ്ടം സംഭവിക്കുക BJPക്കാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൽ വാസ്തവമുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ BJPക്ക് കിട്ടുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്ന് മാത്രമല്ല വലതുപക്ഷത്തു നിന്നും കിട്ടുന്നുണ്ടെന്നുള്ളത് വലതുപക്ഷത്തിൻ്റെ റിപ്പോർട്ടുകൾ പലതും വന്നിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെയും വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് UDF-ന് LDF-നാണ് അല്ലേ. പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്ന് പറയുന്നതും പിന്നെ UDF-നാണുള്ളത്. ഒരു ഫ്രഷ് അപ്രോച്ച്, ഫ്രഷ് മുദ്രാവാക്യം, അതുപോലെ തന്നെ വികസനമടക്കമുള്ള പുതിയ ചില കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് BJPക്കാണ്. ഇത് ഫലവത്തായില്ലെങ്കിൽ ചിലപ്പം ഭാവിയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ BJP പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാർക്ക് സമ്മതമുണ്ട്, തൃപ്തിയുണ്ട് എന്നുള്ളതാണ് ഞാൻ
മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആൾക്കാർക്ക് BJP ഇനിയൊന്ന് വരട്ടെ, ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നോക്കട്ടെ, നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇവിടെ വന്ന് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അജണ്ട പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വന്ന് ഞാൻ ഓരോ വർഷവും വികസന അജണ്ട റിവ്യൂ ചെയ്തുകൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്തുകൊണ്ട് ഞങ്ങൾ 5 വർഷം ഇവിടെ ഭരിച്ച് നല്ല ഭരണം, ഞങ്ങൾ പറഞ്ഞ വികസന അജണ്ട നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ എന്ന് തിരുവനന്തപുരത്തെ ജനത വലിയൊരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഭരണം അരികെയാണ് എന്നുള്ളതാണ് BJPക്ക് ഇപ്പോഴുള്ള ഒരു ഗുണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.